Hello. Welcome to market discussion of the day. Today, June 17, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഇന്ന് നമ്മുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഫ്രീ പെയ്ഡ് കോഴ്സ് ജൂലൈ 1 മുതൽ തുടങ്ങുന്നൊരു പെയ്ഡ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് ഒറ്റ റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഈ ഒരു 7:30ക്കും 10:30ക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. വെറുതെ മെസ്സേജ് അയക്കാതിരിക്കുക എന്നും കൂടെ ഓർമ്മിപ്പിച്ചു പോകുന്നു. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഇന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ഡേ ആണ് അല്ലേ. സോ ഇന്ന് ഉച്ചയ്ക്ക് UK ടൈമിംഗ് 1:30 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. റീറ്റെയിൽ സെയിൽസ് എന്ന് പറയുന്ന ന്യൂസ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് UK ടൈമിങ്ങിൽ വരുന്നത്. അത് ഇന്ത്യൻ ടൈമിങ്ങിൽ നിങ്ങൾ എത്ര മണിക്കാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി നമ്മുടെ ന്യൂസ് ഏതാണ്, നമ്മുടെ ജപ്പാനിൽ നിന്നുള്ള ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്നുണ്ടായിരുന്നു. അതിൻ്റെ ന്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് രാത്രി 4:31 ഇൻട്രസ്റ്റ് റേറ്റ് വന്നത്. ചേഞ്ചസ് ഒന്നുമില്ല, 0.5% തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 7:30 മണിക്ക് ഉണ്ടായ പ്രസ് കോൺഫറൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പ്രസ് കോൺഫറൻസിനകത്ത് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജപ്പാനിലുണ്ടായ ജാപ്പനീസ് യെന്നിൽ വലിയൊരു മൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. ആ ഒരു പ്രസ് കോൺഫറൻസിന് ശേഷം വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, സോ പിന്നീട് നമുക്ക് ഇന്നുള്ള വേറെ പ്രത്യേകിച്ച് ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. റീറ്റെയിൽ സെയിൽസിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് നാളെ രാവിലെ 7:30 മണിക്ക് CPIയുടെ ന്യൂസ് ഉണ്ട്. GBPയിൽ മീൻസ് UK എന്നുള്ള GBPനെ അഫക്റ്റ് ചെയ്യുന്ന CPIയുടെ ന്യൂസ് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. ഇന്ന് രാത്രിക്ക് മുന്നേ ആയിട്ട് GBPയിൽ പൊസിഷൻസ് ഉള്ള ആൾക്കാർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ-ഇറാൻ വാറ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സോ അത് എന്താ പറയുക, ഒരു സേഫർ സൈഡിൽ എന്തായാലും നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രമേ ട്രേഡ് ചെയ്യാവൂ എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നമുക്ക് നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ജപ്പാനിൽ JPY നോക്കുമ്പോൾ JPY നമ്മൾ നേരത്തെ പറഞ്ഞ 144 തന്നെയാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. 144ൻ്റെ ഇവിടെ ഇതൊരു മൂവിങ് ആവറേജ് 100ൻ്റെ ലൈനാണ്. മൂവിങ് ആവറേജ് 100ഉം 144ൻ്റെ മുകളിലാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്ന് CPIക്ക് ശേഷം എന്തായിത്തീരും, എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കി കാണേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു സപ്പോർട്ട് അങ്ങനെ തന്നെ നിൽക്കുമോ അതോ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കി കാണേണ്ടതായിട്ടിരിക്കുന്നു ജാപ്പനീസ് എൻഡിൽ. ഓക്കെ, മിക്കവാറും നമുക്ക് 142 നമുക്ക് നാളെ കിട്ടാൻ ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. 143.30 താഴെ പുതിയ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാത്തിടത്തോളം ഒരു കാരണവശാലും മാർക്കറ്റ് താഴോട്ട് പോകില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് അനുമാനിക്കാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. 144ൻ്റെ അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 144.30 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ അപ് ട്രെൻഡാണ്. 1.15633 നിൽക്കുന്നു. ഇന്നലെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.1600 അടുത്ത് വെച്ച് സെല്ലെടുക്കാം. അതെടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, നല്ലൊരു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റാണ്. ഒരു ലോട്ടിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് $500 വരെയുള്ള ഒരു പ്രോഫിറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇനിയും ഞാൻ 1.1600 അവിടെ കിട്ടിയാൽ സെല്ലെടുക്കണം എന്നുള്ളൊരു കാര്യം റെക്കമെൻഡഡ് അല്ല. ഇന്നത്തെ ദിവസം തൽക്കാലം മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. യൂറോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യൂറോ അപ് ട്രെൻഡ് ആണ്. 1.1500 ഇന്ന് ബ്രേക്ക് ചെയ്തില്ല, താഴോട്ട് പോയില്ല എങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന 1.1100 എത്താനുള്ള പോസിബിലിറ്റി കുറയും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. 1.1500 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ലോങ് ടേം ബൈ 1.1500 മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, അങ്ങനെ വന്നാൽ നമുക്ക് 1.1500 അവിടുന്ന് ബൈ ചെയ്യേണ്ടി വരും. സപ്പോസ് ഇന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഗുഡ് ന്യൂസ്, താഴേന്ന് നമുക്ക് നല്ലൊരു ബൈ എടുക്കാം. 1.100 അടുത്തുനിന്നോ 1.1100 അടുത്തുനിന്നോ നമുക്കൊരു ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ മറന്നുകൂടാത്തൊരു കാര്യമുണ്ട്. ന്യൂസിലൊന്നും നമ്മൾ റഷ്യ ഉക്രൈൻ വാറിനെ പറ്റി ഇപ്പോൾ കേൾക്കുന്നില്ല. കാരണം ഇറാൻ ഇസ്രായേൽ വാർ നടക്കുന്നതിൻ്റെ പേരിലാണ് ആ ഒരു ന്യൂസിനെ പറ്റി അധികം കേൾക്കാത്ത. കാരണം മാധ്യമങ്ങൾ ഇപ്പം എന്താ പറയുക, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടിട്ട് നമ്മൾ റഷ്യ ഉക്രൈൻ വാർ അതിൻ്റെ ഇരട്ടിയായിട്ട് നടക്കുന്നുണ്ട്. ഓരോ ദിവസവും റഷ്യ ഉക്രൈൻ്റെ പല സ്ഥലങ്ങളും കീഴ്പ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക. അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം കൂടെ മറക്കാതിരിക്കുക. അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് 1.500 എന്ന് പറയുന്ന പോയിന്റിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ലോങ്ങർ ടേമിലോട്ട് ഒരു കാരണവശാലും 1.1500 ഇപ്പോൾ ബൈ ചെയ്യാനായിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ ഇപ്പോൾ ഇല്ല. വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ലോങ്ങർ ടേമിലോട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP 1.35638 നിൽക്കുന്നു. 1.500 സോളിഡായിട്ടുള്ളൊരു സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓക്കെ, താഴോട്ട് പോയിട്ടില്ല, കഴിഞ്ഞ ആഴ്ചയും താഴോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 1.3440 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. മാർക്കറ്റ് അതിനുശേഷം മുകളിലോട്ട് തിരിച്ച് കയറുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? സോ ഇവിടുന്ന് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 1.3500 അവിടെ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ഒരു ചെറിയ ലോട്ട് ബൈ ചെയ്യാം. ഇന്ന് റീറ്റെയിൽ സെയിൽസ് CPI ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ വലിയ ലോട്ടുകൾ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ചിലപ്പോൾ മാർക്കറ്റ് റേഞ്ച് വിട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇന്ന് റീറ്റെയിൽ സെയിൽ ഇന്ന് CPIയുടെ ന്യൂസ് വരുമ്പോൾ. ഓക്കെ, സോറി, CPIയുടെ ന്യൂസ് അല്ല, റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് മാറിപ്പോയതാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ മേക്ക് ഷുവർ ചെയ്താണ്. റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുമ്പോൾ റേഞ്ച് വിട്ടു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം തള്ളിക്കളഞ്ഞുകൂടാ. ഓക്കെ, നേരെ നമ്മൾ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി 3415 അടുത്തുള്ള ഒരു ബൈ നമുക്ക് എന്താണ് ആ ഒരു ബൈ നമുക്ക് എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് നല്ലോണം അറിയാം. ഓക്കെ, ഞാൻ ആക്ച്വലി 3415 ബൈ ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ഹെഡ്ജാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ പൊസിഷൻ ഉള്ളത്. സോ ഞാനിനി താഴോട്ട് മാർക്കറ്റ് പോയാൽ റീഹെഡ്ജ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഞാൻ അങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് ആക്ച്വലി ഗോൾഡിലൊക്കെ. പക്ഷേ എനിക്ക് ചെറിയ ലോട്ടുകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്നലെ വളരെ വാറിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ ചെറിയ ലോട്ടുകൾ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ GBPയിലും അതേപോലെ യൂറോയിലും ഒക്കെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നല്ല ലോട്ടുകൾ എടുക്കും. 0.5 ലോട്ട് അല്ലെങ്കിൽ 1 ലോട്ടൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 3380 എന്ന് പറയുന്നത് സോളിഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എത്ര കാലം സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ക്യാൻഡിൽ പോലും മൂവിങ് ആവറേജ് 100ൻ്റെ താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്കൊരു പോസിറ്റിവിറ്റിയാണ്. ഓക്കെ, മാർക്കറ്റ് 3380ൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പണിങ്സിന് ഓക്കെ, ഫോർ എക്സാമ്പിൾ ഏഷ്യ ക്ലോസിംഗ് ടൈം ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കൊക്കെ മാർക്കറ്റ് 3380ൻ്റെ താഴെയായിട്ട് വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും എന്താണ് മാർക്കറ്റ് താഴോട്ട് പോയി 3330 വരെയുള്ളൊരു
പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ് തുറന്ന് കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ടെന്നുള്ളൊരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, 3330 എന്ന് പറയുന്ന ഒരു റേഞ്ചിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് അവിടുന്ന് ഓപ്പണായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ ഒരു ക്യാൻഡിൽ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ മൂവിങ് ആവറേജ് 100ൻ്റെ താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യവും കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് മാർക്കറ്റ് വിൽ ബി ഗോയിങ് ഡൗൺ. സോ മാർക്കറ്റിനെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 3380 ബൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.1 0.2 ലോട്ടോ ഇട്ട് പരീക്ഷിച്ച് നോക്കാം. സ്റ്റോപ്പ് ലോസ് വേണം 3370ൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വേണം. 68 67 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് പോയാൽ വലിയ തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, ഇതാണ് എനിക്കുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3400ൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. 1 അവർ ക്യാൻഡിൽ ഓപ്പൺ ആവണം. അതിൻ്റെ കൂടെ മാർക്കറ്റ് ടൈമിങ്ങിൽ ഓപ്പൺ ആവുകയും ചെയ്താൽ നമുക്ക് അവിടുന്ന് ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. അങ്ങനെ മുകളിലോട്ട് പോയാൽ 3415 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവിടെ റെസിസ്റ്റൻസ്, മൈനർ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിനുശേഷം 3430, 3460, 3480, 3500 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈയിലോട്ടും പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ പക്ഷേ വാറിൻ്റെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഇറാനും ഇസ്രയേലും മാത്രമുള്ളൊരു വാറാവോ, വേറെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിനകത്ത് ഇൻവോൾവ് ആവുമോ, അതോ റഷ്യയും അതേപോലെ നോർത്ത് കൊറിയയും തുർക്കിയൊക്കെ ഇറാന് സപ്പോർട്ടായിട്ട് വന്ന് അതൊരു വേൾഡ് വാറായിട്ട് മാറുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഓപ്പണായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പല രാജ്യങ്ങളും ഒഴിഞ്ഞു മാറുകയാണ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. അതൊരു നല്ല കാര്യമാണ്, കാരണം അതൊരു വലിയൊരു വാറിലോട്ട് പോവാതിരിക്കാനായിട്ടുള്ളൊരു സൂചന കൂടെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മാർക്കറ്റ് ഗോൾഡിൻ്റെ പ്രഷർ കുറയുകയും താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നത്, അറിയില്ല. ഓക്കെ, ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ഒരു എന്തെങ്കിലും പറയാനായിട്ടുള്ളൊരു കാര്യം സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. അതേപോലെ തന്നെ ഉക്രൈനിൽ എന്താ പറയുക, ആയുധങ്ങൾ കൊടുക്കാനായിട്ട് ഡൊണാൾഡ് ട്രംപ് റെഡി ആയിട്ടുണ്ട്. അത് വെറുതെ ഫ്രീ ആയിട്ട്, നേരത്തെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഭവമാണെങ്കിൽ ഇപ്പോൾ പൈസ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് പുള്ളിക്കാരൻ വെച്ചിട്ടുള്ളത്. അത് എന്തിൻ്റെ പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുത്തു, ഈ ആയുധങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു എന്നുള്ളൊരു ആരോപണം പുള്ളിക്കാരൻ ഉയർത്തുന്നുണ്ട്. അതിലൂടെ US ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ അതൊരു ബിസിനസ് ആവുകയും അത് പുള്ളിക്കാരന് വിളിച്ച് പറയാനായിട്ടുള്ളൊരു കാര്യവും കൂടെ ആകും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്ലസ് പോയിന്റ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ അതും എന്തായിത്തീരും എന്നുള്ളൊരു കാര്യം അറിയില്ല. അതിലൂടെ അതൊരു ലോങ് ടേം സപ്പോർട്ടായിട്ട് യുക്രൈനിലൊരു ലോങ് ടേം സപ്പോർട്ടായി മാറുമോ, ഭാവിയിൽ US വീണ്ടും ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് റഷ്യ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കണ്ട് തന്നെ അറിയണം എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.